പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 19 നടക്കും. ഇടതുപക്ഷം മത്സര രംഗത്ത് ഉണ്ടാകില്ല എന്നാണ് സൂചന. അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചതിന് കോൺഗ്രസ് പുറത്താക്കിയ കൗൺസിലർമാരെയും സ്വതന്ത്ര അംഗവും ഉപാധ്യക്ഷയുമായ മായ രാഹുലിനെയും മുൻനിർത്തി ഭരണം നിയന്ത്രിക്കാനാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത്. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതിനെ തുടർന്ന് നടക്കുന്ന ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് ഇടതുമുന്നണി. അവിശ്വാസ പ്രമേയത്തിന് മുൻപും ശേഷവും ഭരണം പിടിച്ചെടുക്കാൻ ഇടതുപക്ഷം ശ്രമിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ബിജു പാലുപടവൻ വ്യക്തമാക്കിയിരുന്നു. അതേ നിലപാടിൽ തന്നെ തുടരുമെന്നാണ് LDFിൽ നിന്നും ലഭിക്കുന്ന സൂചന. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണം നഗരസഭയിലുണ്ടാകുമെന്ന് അവിശ്വാസത്തെ പിന്തുണച്ച കോൺഗ്രസ് കൗൺസിലർ ടോണി തൈപ്പറമ്പിലും മുൻപ് വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ് വിമതയായി മത്സരിച്ച് വിജയിച്ച മായ രാഹുലിന് തന്നെയാണ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് സാധ്യത തെളിയുന്നത്. 26 അംഗ കൗൺസിലിൽ 14 വോട്ടുകൾ മാത്രമാണ് വിജയിക്കാൻ വേണ്ടത്. ഇടതുപക്ഷത്തെ 12 കൗൺസിലർമാരുടെയും കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ 4 കൗൺസിലർമാരുടെയും അടക്കം 17 വോട്ടുകൾ മായയ്ക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. നിലവിലെ ഭരണസമിതിക്ക് ഇനി 4.5 വർഷത്തോളം ശേഷിക്കെ അവസാന 1-1.5 വർഷം കോൺഗ്രസ് പുറത്താക്കിയ ലിസിക്കുട്ടി മാത്യുവിന് ചെയർപേഴ്സൺ സ്ഥാനം നൽകാനും സാധ്യതയുണ്ട്. മായ രാഹുൽ ചെയർപേഴ്സൺ ആവുകയാണെങ്കിൽ ഒഴിവ് വരുന്ന ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് ടോണി തൈപ്പറമ്പിൽ, ബിജു മാത്യൂസ് എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. രജിത പ്രകാശിന്റെ പേരും പരിഗണനയിലുണ്ട്. മൂവരും അവിശ്വാസത്തെ പിന്തുണച്ച് കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണ്. അതേസമയം UDF ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ആരെ മത്സരിപ്പിക്കും എന്ന കാര്യത്തിൽ ഇനിയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അവിശ്വാസത്തിലൂടെ പുറത്തായ ദിയാബിനു വീണ്ടും മത്സരിക്കാൻ സാധ്യത കുറവാണ്. 3 കൗൺസിലർമാരുള്ള കേരള കോൺഗ്രസിന് അവസരം ലഭിക്കാനും ഇടയുണ്ട്. ഓഗസ്റ്റ് 19 ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് നടക്കുക. രാവിലെ 11 കൗൺസിൽ ഹാളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പാലാ DEO വരണാധികാരിയാകും. അമൃത ന്യൂസ്, കോട്ടയം.